ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ദിവസം, കർത്താവിന്റെ കടപ്പെട്ട ദിവസം പരിശുദ്ധമായി ആചരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ തിരുവചനം എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് 8-ാമത്തെ അധ്യായം, അതിൽ 6-ാമത്തെ വാക്യമാണ്. അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ദേവാലയത്തിലെ മ്ലേച്ഛതകൾ. നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ട മേഖലയാണ്. ഇന്ന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദിവ്യകാരുണ്യ ഈശോയ്ക്കെതിരായി നമ്മൾ മാരക പാപാവസ്ഥ ചെയ്യുന്നു. പരിശുദ്ധ കുർബാനയെ നമ്മൾ ചവിട്ടി അരക്കുന്ന ഒരു അവസ്ഥയിലൂടെ ഇന്ന് പല ദേവാലയങ്ങൾ കടന്നു പോവുകയാണ്. ലോകാരൂപി നിറഞ്ഞ് നമ്മൾ ലോകാരൂപി നിറഞ്ഞ് ഇങ്ങനെയുള്ള വലിയ ദിവ്യകാരുണ്യ നിന്ദനങ്ങള് കർത്താവിനെതിരെ ചെയ്യുന്നത് നമുക്ക് ശ്രദ്ധിക്കുവാനോ മനസ്സിലാക്കാനോ സാധിക്കുന്നില്ല. പലരുടെയും ഹൃദയവും കാതുകളും അടഞ്ഞു പോയിരിക്കുന്നു, കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു, അന്ധമായ അവസ്ഥയിലാണ്. നമ്മളുള്ളവരെ എസെക്കിയേലിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവാക്യം, കർത്താവിന്റെ തിരുവചനം ഇപ്രകാരം നമ്മൾ ശക്തമായി പറയുകയാണ്: അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് നീ കാണുന്നുണ്ടോ? എന്റെ വിശുദ്ധ സ്ഥലത്തു നിന്ന് എന്നെ തുരത്താൻ വേണ്ടി ഇസ്രായേൽ ജനം അവിടെ ചെയ്തു കൂട്ടുന്ന കടുത്ത മ്ലേച്ഛതകൾ, കടുത്ത പാപാവസ്ഥകൾ നീ കാണുന്നുണ്ടോ? ഇതിനേക്കാൾ വലിയ മ്ലേച്ഛതകൾ, പാപങ്ങൾ നീ ഇനിയും കാണും. വീണ്ടും 9-ാമത്തെ വാക്യം പറയുകയാണ്: അവിടുന്ന് തുടർന്നു അകത്ത് പ്രവേശിച്ച്, ദേവാലയത്തിനകത്ത് പ്രവേശിച്ച് അവർ അവിടെ ചെയ്തു കൂട്ടുന്ന നികൃഷ്ടമായ മ്ലേച്ഛതകൾ കാണുക. ദേവാലയത്തിനകത്ത് കടന്ന് അവിടെയുള്ള പാപാവസ്ഥ കാണുക. സഹോദരങ്ങളെ, ഞാൻ ചെറിയൊരു അനുഭവം പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇന്ന് പരിശുദ്ധ കുർബാനയില് അനേക ദേവാലയങ്ങളില്, കത്തോലിക്ക ദേവാലയങ്ങളില് കുർബാന സ്വീകരണ വേളയില് കമ്മ്യൂണിയൻ പ്ലേറ്റ് ഉപയോഗിക്കുന്നില്ല. നമുക്കറിയാം, കത്തോലിക്ക സഭയുടെ നിയമമാണ് GIRM. സ്വീകരണ വേളയിൽ നിർബന്ധമായും കമ്മ്യൂണിയൻ പ്ലേറ്റ് ഉപയോഗിച്ചിരിക്കണം. പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുക്കുമ്പോൾ തന്നെ കുർബാനയുടെ ബലിപീഠത്തിന്റെ സൈഡ് വശങ്ങളിലായി കുർബാനയുടെ കമ്മ്യൂണിയൻ പ്ലേറ്റ് ഒരുക്കി വെച്ചിരിക്കണം. ഇത് സഭയുടെ നിർദ്ദേശമാണ്, സഭയുടെ നിയമമാണ്. എന്നാൽ ഈ നിയമം ഇന്ന് പാലിക്കുന്നില്ല. നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ട ഒരു മേഖലയാണ്. നമ്മൾ കർത്താവിന്റെ ശരീരത്തിനെതിരായി വലിയ രീതിയിൽ മാരക പാപം ചെയ്തു കൂട്ടുകയാണ്. അറിഞ്ഞാണോ അറിയാതെയോ ആണെന്ന് അറിയില്ല. ലോകാരൂപിയായി നിറഞ്ഞ് അനേകരുടെ ഹൃദയവും കാതുകളും കണ്ണുകളും അന്ധമായിരിക്കുകയാണ്. കർത്താവിന്റെ പരിശുദ്ധ കുർബാനയ്ക്കെതിരായി ചെയ്യുന്ന ഈ മാരക പാപാവസ്ഥ അനേകർക്ക്, അത് വിളിക്കപ്പെട്ടവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അന്ധമായി മാറിക്കഴിഞ്ഞു. നമ്മളുള്ളവരെ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു കാലഘട്ടത്തില് നമ്മൾ എങ്ങനെയാണ് കർത്താവിന്റെ പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നത്, ചവിട്ടി മെതിക്കുന്നത്? ഓർക്കുക സഹോദരങ്ങളെ, നമുക്കറിയാം, പരിശുദ്ധ കുർബാന വളരെ നേർത്ത ദിവ്യകാരുണ്യ ശരീരമാണ്, ഗോതമ്പിന്റെ അപ്പമാണ്. ഒരു കുർബാനയില് നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികര് പരിശുദ്ധ കുർബാന വാഴ്ത്തുമ്പോൾ, പരിശുദ്ധ കുർബാന വാഴ്ത്തി കഴിയുമ്പോൾ, റൂഹാ പ്രദർശന പ്രാർത്ഥന കൂടി കഴിയുമ്പോൾ അത് പൂർണ്ണമായും കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരമായി മാറി. പിന്നീട് ആ പരിശുദ്ധ കുർബാനയുടെ ഒരു കുഞ്ഞു കണ്ണിൽ കാണാത്ത അംശം പോലും അതിൽ മുഴുവനായും ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്, ശരീരമാണ് എന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. നമ്മളുള്ളവരെ, നമുക്കറിയാം, ഇന്ന് അനേക ദേവാലയങ്ങളില് പരിശുദ്ധ കുർബാന സ്വീകരണ വേളയിൽ വിശുദ്ധ കുർബാന മധ്യ കൊടുക്കുന്ന സമയത്ത് കമ്മ്യൂണിയൻ പ്ലേറ്റ് ഉപയോഗിക്കുന്നില്ല. എന്താണ് ഇതിന്റെ അപകടം? നമുക്കറിയാം, പരിശുദ്ധ കുർബാന വളരെ നേർത്ത ഓസ്തിയാണ്. കുർബാന കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് തിരുരക്തം മുക്കി കൊടുക്കുമ്പോൾ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒത്തിരി തിരുവോസ്തിയുടെ അംശങ്ങളും ചെറിയ കഷ്ണങ്ങളും തിരക്തവും തറയിൽ താഴെ വീഴാൻ വേണ്ടി സാധ്യതയുണ്ട്, ഇടയാകുന്നുണ്ട്. ഞാൻ പല ദേവാലയങ്ങളിൽ നിന്നും കുർബാനയുടെ ചെറിയ കഷ്ണങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ പല സുഹൃത്തുക്കളുടെയും കാലിലും കയ്യിലും
വിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ തിരുരക്തം വീണിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ കാലിലും കയ്യിലും വീഴാത്തൊരവസ്ഥയിൽ തറയിലാണ് വീഴുന്നത്. അപ്പൊ അടുത്ത ലൈൻ നിൽക്കുന്ന കുർബാന സ്വീകരിക്കാൻ നിൽക്കുന്ന വ്യക്തി കർത്താവിന്റെ തിരുരക്തത്തെയും ശരീരത്തെയും അറിഞ്ഞോ അറിയാതെയോ ചവിട്ടുകയാണ്. ചവിട്ടി ഈശോയെ വേദനിപ്പിക്കുകയാണ്, മാരക പാപം ചെയ്യുകയാണ്. നമ്മളവരെ ഈ കുർബാന നാവിൽ കൊടുക്കുമ്പോൾ തന്നെ, പരിശുദ്ധ കുർബാന നാവിൽ കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് കുർബാന താഴെ വീഴുന്നു. മുഴുവൻ കുർബാന തന്നെ അനേക ദേവാലയങ്ങളിൽ താഴെ വീഴുന്ന കാഴ്ച പതിവായിരിക്കുകയാണ്. കമ്മോണിയം പ്ലേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാന തറയിൽ താഴെ വീഴുകയില്ല. വീഴാതിരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ നമുക്കറിയാം കമ്മോണിയം പ്ലേറ്റ് ഉപയോഗിക്കുമ്പോൾ സഭ പറയുന്നത്. എന്നാൽ സ്നേഹമുള്ളവരെ, ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ഈ അടുത്ത ഒരു ചെറിയ അനുഭവം പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വരത്താലുള്ള, പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നയിക്കപ്പെടുന്ന ഒരു ക്യാരിസം ഉള്ള ഒരു ശുശ്രൂഷയായിരുന്നു. അവിടെ ഞാൻ 7-ാം തീയതി ഒരു പ്രത്യേകമായ ട്രെയിനിങ് പ്രോഗ്രാം പങ്കെടുക്കാൻ വേണ്ടി പോയി. എവിടെയൊന്നും ഞാൻ സ്ഥലം പറയുന്നില്ല. സ്നേഹമുള്ളവരെ, അങ്ങനെ ആ പരിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് അന്ന് അവിടെ പരിശുദ്ധ കുർബാന കൊടുത്തപ്പോൾ കമ്മോണിയം പ്ലേറ്റ് ഉപയോഗിച്ചിരുന്നില്ല. അപ്പൊ എനിക്ക് വളരെയധികം വേദന തോന്നി. വേദന തോന്നാൻ പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് അനേക ദേവാലയം കാണുന്നതാണെങ്കിലും വളരെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ ശുശ്രൂഷ ചെയ്യുന്ന അവരിൽ പോലും ഈ ബോധ്യമില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് ശക്തമായി പറഞ്ഞാൽ വലിയ വേദന തോന്നി. അങ്ങനെ കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ കപ്പ്യാരെ പോയി കണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു അവിടെ കമ്മോണിയം പ്ലേറ്റ് ഇല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ വേണ്ടപ്പെട്ടവരെ എല്ലാം അറിയിച്ചു. അത് അവര് വളരെ വിഷമം ഞാൻ പറഞ്ഞു. അപ്പൊ എന്തായാലും 8-ാം തീയതി പ്രോഗ്രാമില് അവിടെ കുർബാനയ്ക്ക് സ്വീകരണ വേള സമയത്ത് പരിശുദ്ധ കുർബാന കൊടുത്തപ്പോൾ കമ്മോണിയം പ്ലേറ്റ് ഉപയോഗിച്ചു. സ്നേഹമുള്ളവരെ, നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ആ കമ്മോണിയം പ്ലേറ്റിലേക്ക് ലാസ്റ്റ് കുർബാന കൊടുത്ത് തീർന്ന സമയം കഴിഞ്ഞപ്പോൾ ഈ കമ്മോണിയം പ്ലേറ്റ് നോക്കിയപ്പോൾ ഈ കമ്മോണിയം പ്ലേറ്റിൽ നിറയെ തിരുവോസ്തിയുടെ അംശങ്ങള്, കണ്ണിൽ കാണാൻ പറ്റുന്ന രീതിയിൽ ഒത്തിരിയേറെ തിരുവോസ്തിയുടെ അംശങ്ങൾ കിടക്കുകയാണ്. നമ്മൾ ഓർക്കുക, ഈ കമ്മോണിയം പ്ലേറ്റ് പിടിക്കാതിരിക്കുമ്പോൾ ഈ ചെറിയ തിരുവോസ്തിയുടെ ഭാഗങ്ങള്, നമുക്കറിയാം സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, പരിശുദ്ധ കുർബാനയില് കുർബാന വാഴ്ത്തിയാൽ റൂഹാ പ്രദർശന പ്രാർത്ഥനയോട് കഴിയുമ്പോഴേക്കും പിന്നീടുള്ള ആ തിരുവോസ്തിയുടെ എല്ലാ അംശത്തിലും, ഒരു കുഞ്ഞു കണ്ണിൽ കാണാൻ പോലും പറ്റാത്ത അംശത്തിൽ പോലും ഈശോ മുഴുവനായി സാന്നിധ്യമുണ്ട് എന്ന് സഭ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞു അംശത്തിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഈശോയുടെ ശരീരം തന്നെയാണ് മുഴുവനായി ഈശോ അവിടെയുണ്ട്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഓർക്കുക, നമ്മൾ കമ്മോണിയം പ്ലേറ്റ് പിടിക്കാതിരിക്കുമ്പോൾ ഈ പരിശുദ്ധ കുർബാന താഴെ പോകുവാൻ സാധ്യതയുണ്ടെന്നല്ല, തീർച്ചയായിട്ടും താഴെ വീഴുന്നുണ്ട്. കുർബാന സ്വീകരിക്കാൻ വേണ്ടി വരുന്ന അടുത്ത വ്യക്തി ഈ കുർബാനയുടെ മുകളിൽ ഈശോയെ ചവിട്ടി വേദനിപ്പിച്ചിട്ടാണ് കുർബാന സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഞാൻ അങ്ങനെ ഇതൊരു അനുഭവം മാത്രം പറയുകയാണെങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങളവർ ഞാനിത് പറഞ്ഞത് മറ്റൊന്നുമല്ല, കർത്താവ് ചില മേഖലകള്, പാപത്തിന്റെ മേഖലകള് നമ്മളെ കാണിച്ചു തരികയാണ്. നമ്മൾ ഓർക്കണം, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യമാണ്. ഇതിനെക്കുറിച്ചുള്ള വലിയ വിശദമായൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. വിശദമായൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവ് സഹായിക്കുവാണെങ്കിൽ. സ്നേഹമുള്ളവരെ, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മേഖലയാണ് കൈകളിൽ കുർബാന സ്വീകരിക്കുന്ന പ്രവണത. ഒത്തിരി നമുക്കറിയാം ഉണ്ട്. പക്ഷെ അതിലൊരു വലിയ അപകടം എന്താ? കുർബാന കയ്യിൽ വെച്ച് തരുമ്പോൾ നമുക്കറിയാം ഈ ഗോതമ്പിന്റെ അപ്പമായ ദിവ്യകാരുണ്യ ഈശോ വളരെ നേർത്ത ഓസ്തിയാണ്. കുർബാന എടുത്ത് സ്വീകരിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ആ കൈകളിൽ നോക്കുവാണെങ്കിൽ അവിടെ പറ്റിപ്പിടിച്ച കുഞ്ഞു കുഞ്ഞു തിരുവോസ്തിയുടെ ചില ഭാഗങ്ങൾ കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ആ കുർബാനയുടെ തരികളും കൂടി സ്വീകരിക്കണം. നമ്മൾ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ വലിയൊരു വേദന പറയട്ടെ, ഇന്ന് ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല. ഇന്ന് കുർബാന സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ആരും കയ്യിലേക്ക് നോക്കുന്നില്ല. നമുക്കറിയാം 100 പേര് കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു വളരെ ചുരുക്കം, ഒരു 5 പേരാണ്, അല്ലെ 10 പേർ താഴെയാണ് ശ്രദ്ധിച്ച് വീണ്ടും കയ്യിലേക്ക് നോക്കി കുർബാനയുടെ തരികളോ അംശങ്ങളോ ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്ന കാണാറുള്ളൂ. ബാക്കിയുള്ളവർ ആരും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ഇനിയുള്ള കാലത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കൈകളിൽ കുർബാന സ്വീകരിക്കുന്നവരാണ് മനസ്സിലാകും. നിങ്ങൾ കുർബാന സ്വീകരിച്ച ശേഷം കൈകളിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ദിവ്യകാരണത്തിന്റെ അംശങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇത്രമാത്രം പറഞ്ഞ് ആഗ്രഹിച്ചെന്റെ വാക്ക് ചുരുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മൾ വളരെ ഒത്തിരിയേറെ അനുഭവങ്ങൾ ദിവസങ്ങൾ ഞാൻ പങ്കുവെക്കും. ഇത് ഞാനൊരു അനുഭവം മാത്രം പറഞ്ഞതാണ്. പരിശുദ്ധ കുർബാന സമയ സ്വീകരണ വേളയിൽ
കമ്മോണിയം പ്ലേറ്റ് ഉപയോഗിക്കണം എന്നുള്ളത് സഭയുടെ നിയമമാണ്. നമ്മളത് പാലിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തില് കർത്താവിന്റെ പരിശുദ്ധ കുർബാനയ്ക്കെതിരെ ചെയ്യുന്ന ഏറ്റവും വലിയ മാരക പാപാവസ്ഥയിലൂടെയാണ് ഇന്ന് ഈ ലോകം കടന്നു പോകുന്നത്. നമുക്ക് പരിശുദ്ധാത്മാവോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. നിത്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. എല്ലാവർക്കും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.